ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. ചാനലുകാർക്ക് ഇന്റർവ്യൂ കൊടുത്ത് മടുത്തു, അതുകൊണ്ടാണ് സ്വല്പം വൈകിയത്. ആറട്ടണ സിനിമയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മമ്മൂക്കയുടെ സിനിമ ഇപ്പൊ ഏതൊക്കെ സിനിമയിൽ തല കാണിച്ചിട്ടുണ്ട് ഒരുപാടുണ്ടല്ലോ, പേരുകളൊന്നും ഓർമ്മയിലില്ലേ എന്ന് പറഞ്ഞാലും മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിച്ചതാണ്. ഇനി കോമ്പിനേഷൻ ഇല്ലെങ്കിലും അറിയപ്പെടാൻ പോണതിന് ബസൂക്കയിൽ അഭിനയിച്ചു എന്നുള്ള നിലയിലാണ്. അഭിനയം അറിയാല്ലേ? അതങ്ങനെ മനസ്സിലായി? ഞാനിപ്പോ 2 സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്, കണ്ടു കാണും. രാവണന്റെ ദുഃഖം, മറ്റൊന്ന് ജമന്തി പൂവിന്റെ നിറം പച്ച. ഈ അഭിനയിക്കാനുള്ള കഴിവ് ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. അമ്മാവനും അമ്മാവിയും ഇതിൽ അഭിമാനിക്കണം. പേര് മാറും, ബസൂക്കണ്ണനായിട്ട് മാറുമോ? ബസൂക്കണ്ണനായിട്ട് മാറും, അത് പറയാൻ പറ്റില്ല. നല്ല പേര്. അല്ല അറാൻ പറ്റുന്ന വർത്താനൊന്നും പറയാടാ. നമ്മൾ ലാലേട്ട ഫാൻ്റെ മമ്മൂക്ക ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. മമ്മൂക്ക അങ്ങനെ ചാൻസ് തന്നു, വളരെ നന്ദി. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? അപ്പൊ മമ്മൂക്ക അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആറട്ടണ്ണന് അങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുന്നത് അല്ലേ? എനിക്കതൊന്നും അറിയില്ല. പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചാണ്. മെയിൻലി എന്റെ അഭിനയ കഴിവോട്ടൊന്നല്ല, എന്റെ പോപ്പുലാരിറ്റി കൊണ്ടാണ് വിളിച്ചത്. വെറുതെ അല്ല കർത്താവ് ചില ആളുകളെ സ്വർഗത്തോളം ഉയർത്തുന്നത്. എന്തൊരു വിനയം, എന്തൊരു പെരുമാറ്റം. അതെ, ഞാൻ ലുലുമോളി വന്നപ്പോഴേ തിയേറ്റർ കുലുങ്ങുന്നു. ഈ ബസൂക്ക എന്ന് പറഞ്ഞ പടത്തിൽ ആറാട്ടനുണ്ട്. ആറാട്ടെണ്ണം വന്നപ്പോ തിയേറ്റർ കുലുങ്ങിളയാ. തിയേറ്റർ അല്ല, ലുലുമോള് വരെ കുലുങ്ങി. എന്താണ് തമാശ ആക്കാണ്? അല്ല തമാശ ആക്കാണ്, അങ്ങനെ ആക്കണ്ട. പാവല്ലേ? ഇല്ല സാർ, ഇവനെ കണ്ടാൽ അറിയാൻ കള്ളനാണെന്ന്. ഇതിലൂടെ എന്തെങ്കിലും സന്തോഷം അവർക്ക് കിട്ടുന്ന കിട്ടിക്കോട്ടെ. എന്റെ വളർച്ചയിൽ അസൂയമുത്ത ഏതൊരുത്തനായിരിക്കും മതി. ആറാട്ടനെ കാണിച്ചത് ആറാട്ടനെ തന്നെ പുറത്തു വിട്ടു രാവിലെ തന്നെ. മറ്റേ റിക്യൂവിനെ പിടിച്ചു വെച്ച പോലെ പിടിച്ചു വെക്കേണ്ട ആവശ്യം ഉണ്ടായില്ല, ആറാട്ടനെ തന്നെ പുറത്തു വിട്ടു. പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയല്ലേ ഞാനിപ്പോ. അത് പലരുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. നമ്മളെ ഒതുക്കാൻ ഒരുപാട് ശ്രമിച്ചാണ്. മീഡിയക്കാർ ഇവിടെ നിന്ന് പുറത്താക്കിയതാണ്. ഞാൻ 130 എന്നോട് ഫേമസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ വളർക്കും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. ഇനി അയ്യപ്പനാശാന്റെ സമയം തെളിയാൻ പോവല്ലേ? അതെ, ഞാൻ വിചാരിച്ച അവസാനം പെരേരയൊക്കെ ആഡ് ചെയ്യുന്നവര്. പെരേര ശരിക്കും സ്വഭാവം അങ്ങനെയാണ്. പുള്ളി കുറച്ച് അസുഖമുള്ള ആളാണ്. തുറന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. ഇല്ല, ആളേനെ അഭിനയിച്ച് അരി വാങ്ങിക്കുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയും. തിയേറ്ററിലുള്ള വിലക്കൽ വന്നതാണ്. എനിക്ക് ആരോട് വൈരാഗ്യമൊന്നുമില്ല, എല്ലാവരും സ്നേഹം പറഞ്ഞു. അതാണ് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇപ്പോഴും പറയുന്നു, നിനക്ക് അഭിനയിക്കാൻ അറിയില്ല. എനിക്ക് അഭിനയിക്കാൻ അറിയാമോ ഇല്ലയോ എന്ന് ഞാൻ കാണിച്ചു തരാം. ഒരവസരം വരട്ടെ.